നിർമ്മല മൂല്യത്തെ പോലെ മറ്റൊന്നാണ് നമ്മൾ ഉണ്ടായിരിക്കേണ്ടുന്ന സ്വയം ആദരിക്കുന്ന അറിവെന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ വിഷയം. സെൽഫ് എസ്റ്റീം ഓപ്പൺസ് ദ മൈൻഡ് ടു ഹാർമോണിയസ് റിലേഷൻഷിപ്സ് വിത്ത് ലൈഫ്. സ്വാതരം അഥവാ സെൽഫ് എസ്റ്റീം. സ്വാതരം എന്നത് സ്വയം വിലമതിക്കുന്ന ആരോഗ്യകരമായ മനോഭാവമാണ്. സ്വന്തം മനസ്സിനെയും ശരീരത്തെയും പ്രവർത്തനങ്ങളെയും സന്തോഷത്തോടെയും ആദരത്തോടെയും സാക്ഷിഭാവത്തിൽ നിരീക്ഷിക്കുമ്പോൾ മനോസുതാര്യത വളരുന്നു. ഈ സ്വീകാര്യതയും ആത്മമതിപ്പും വ്യക്തിയെ പ്രകൃതിയുമായും സമൂഹവുമായും സുതാര്യമായി ഇടപെടാൻ പ്രാപ്തമാക്കുന്നു. അതാണ് ആത്മീയ വളർച്ചയുടെ സാമൂഹ്യ വിജയത്തിന്റെയും പ്രധാന അടിത്തറ. ഇതാണ് ഇന്നത്തെ വിഷയം, സ്വാതരം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. പലപ്പോഴും നമുക്ക് ഈ സമൂഹവുമായിട്ട് ഉള്ള ഒരു ബന്ധം, സമൂഹം എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായി, നമ്മുടെ പരിസരവുമായി, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ശരീരത്തിന് വെളിയിലുള്ള സ്ഥലവുമായിട്ടുള്ള നമ്മുടെ ബന്ധം സുതാര്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോടുള്ള കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന സമയത്ത് അവനവനെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അവനവനെ അംഗീകരിക്കാതെ പുറത്ത് എന്തിനെ കാണാൻ പോയിട്ടും കാര്യമില്ല. അപ്പൊ തന്നെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വെറും അംഗീകാരമല്ല. നമ്മൾ അങ്ങനെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നുണ്ടെങ്കിലും സ്വയം അംഗീകരിക്കുക എന്ന് മാത്രമല്ല, സ്വയം അറിയുക, സ്വയം എന്താണുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുക, ബോധ്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. സ്വയം അംഗീകരിക്കാതെ ആത്മവിശ്വാസമില്ലാതെ മനഃശാന്തി ഒക്കെ കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ആ സ്വയം അംഗീകാരം തന്നെയാണ് ആദ്യം വേണ്ടത്. അതിനെയാണ് സ്വാതരം എന്ന് പറയുക. സ്വയം ആദരിക്കുന്ന മനോഭാവമാണ്. മറ്റുള്ളവരെ ആദരിക്കാൻ നമുക്കറിയാം അല്ലെ, അതുപോലെ സ്വയം ആദരിക്കുന്ന, മറ്റുള്ളവരെ ആദരിച്ച് സ്വയം ആദരിക്കാൻ മറക്കുന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും. അതിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് ഈ അബദ്ധങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഹനിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ നമ്മള് ഇൻട്രൻസിക് വാല്യൂസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഏതൊരു വസ്തുവിനും അതിനകത്ത് ആന്തരികമായിട്ടുള്ള ലീനമൂല്യം ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ആ അവനവന്റെ അകത്തെ ലീനമൂല്യത്തെ തിരിച്ചറിയുന്ന ബോധമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഇൻട്രൻസിക് വാല്യൂവിനെ നമ്മൾ തിരിച്ചറിയുന്നു. അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു ആത്മമതിപ്പാണ്. മതിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന, ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് വിലയിടുന്ന ഒരവസ്ഥ അല്ലെ. അത് ആരോഗ്യകരമാണ്. അവനവനെ തിരിച്ചറിഞ്ഞ് ഒരു മതിപ്പിലായിരിക്കുക എന്ന് പറയുന്നത്, അതിനൊരു വാല്യൂ ചെയ്യുക, അതിനൊരു മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതാണ് സത്യത്തിൽ വെളിയിൽ നിന്നും ഒന്നിനെ അകത്തേക്ക് സ്വീകരിക്കാനുള്ള ആ സ്വീകാര്യതയുടെ അടിത്തറ എന്ന് പറയുന്നത്. പരിസരത്തെ തന്നിലേക്ക് മാനസികമായി സ്വീകരിക്കാനുള്ള ആ ഒന്നിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സ്വാതരമാണ്. ആരോഗ്യകരമായ മനസ്സിനുള്ള ആദരമാണ് സത്യത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു തിരിച്ചറിവ്. ആരോഗ്യകരമായ ശരീരം നമുക്കുണ്ട്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനെ നമ്മൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിനോടുള്ള ആദരം. നമ്മുടെ ഉത്തരവാദിത്വം, ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും എന്ന് പറയുന്നതിനോടുള്ള ആദരം. നമുക്കൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്, ആ ജീവിതത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണം, ആ സമീപനത്തോടുള്ള ആദരം. ഇപ്പൊ നമ്മൾ നേരത്തെ പറയാറുണ്ട് ഈ ആണവമലം എന്നൊരു കാര്യത്തെ കുറിച്ച്. ആണവമലം, ഞാൻ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, ഞാൻ ശരിയെ ചെയ്യാവൂ, പിന്നെ എനിക്ക് അബദ്ധം പറ്റരുത് എന്നൊക്കെ പറയുന്ന ആ ഞാൻ എന്ന് പറയുന്ന ആ ഒരു മലം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡാണ്. ഞാൻ എന്നുള്ളതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡാണ്. എനിക്കൊരു ശരീരമുണ്ട്, എനിക്ക് ഇന്ന പ്രവർത്തികൾ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് വെറും ആത്മവിശ്വാസമല്ല. എനിക്ക് ചെയ്യാൻ കഴിയുമെന്നത് അറിയുമ്പോഴുണ്ടാകുന്ന ആദരമാണ്. എന്റെ ശരീരത്തിന്മേൽ എനിക്കുള്ള മതിപ്പാണ്. അതൊരു വെറും വിശ്വാസമല്ല, മതിപ്പ് എന്നുള്ളത്. ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് ആ വിശ്വാസം വെളിപ്പെടും, ശരിയാണ്. പക്ഷെ ഇവിടെ ആ മതിപ്പാണ്. എന്റെ മനസ്സ്, ഞാൻ അതങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കിത് താങ്ങാൻ കഴിയുന്ന ആ ഒരു മനസ്സുണ്ട്, എനിക്കിതിനെ കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട് എന്നുള്ള അറിവ്, ആ ബോധം.
അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്നെ ഒരാളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തീർക്കുന്ന സ്വഭാവം എനിക്കുണ്ട് എന്ന തിരിച്ചറിവ്. ആ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് പിന്നീട് നമുക്ക് അത് തന്നെ ചെയ്തു പോകാൻ നമുക്ക് കഴിയുന്നത്. അത്തരത്തിൽ ആകത്തുകയായിട്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനോട് തന്നെ നമുക്ക് നന്ദി ഉണ്ടാകുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇത് ശരിക്കും സ്വയം നിരീക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്നത്. അതൊരു കലയാണ് സത്യത്തില്. നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി കാണുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതൊരു വർക്ക് ലോഡല്ല, അല്ലെങ്കിൽ അതൊരു മെക്കാനിസം അല്ല, അതൊരു ആർട്ടാണ്. നമ്മളിങ്ങനെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരവസ്ഥ. എപ്പോഴും നമ്മുടെ ശ്രദ്ധ മറ്റൊരു കാര്യങ്ങളിലാണ്, ഒന്നുകിൽ മൊബൈൽ ഫോണിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന വാക്കിൽ. അതിന് പകരം ഞാൻ ഓരോ നിമിഷവും എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാൻ പറ്റുന്ന, സെൽഫ് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. അത് വെറുതെ അയ്യോ എനിക്ക് അങ്ങനെ പറ്റിയല്ലോ എന്ന് വിചാരിക്കുന്നതല്ല, സന്തോഷപൂർവമായിട്ടുള്ള ഒരു ആത്മനിരീക്ഷണമാണിത്. സ്വന്തം ശരീരത്തിന്റെ, മനസ്സിന്റെ, വികാരങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളത് സന്തോഷപൂർവമായിരിക്കണം. അപ്പോഴാണ് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ ആദരപൂർവം ആയിരിക്കുന്ന സമയത്ത് നമ്മളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്, റെസ്പെക്റ്റോടുകൂടി വിലയിരുത്തുക. റെസ്പെക്റ്റോടുകൂടി വിലയിരുത്തുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട്. അത് വിധി, നമ്മളെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നാട്ടിലുള്ള സർവ്വതിനെയും നമ്മളെ ജഡ്ജ് ചെയ്യും. അതുപോലെ നമ്മളെ സ്വയം ജഡ്ജ് ചെയ്യാതെ സാക്ഷിയായിരിക്കുക. അയ്യോ ഇതിങ്ങനെയാണ്, ഇനി ഇങ്ങനെ സംഭവിക്കൂ എന്ന് വിചാരിക്കുന്നതിന് പകരം സ്വയം നിരീക്ഷിച്ചുകൊണ്ട് അതിനെ സാക്ഷിയായിരിക്കുന്ന ഒരവസ്ഥ, നോൺ ജഡ്ജ്മെന്റലായിട്ട് സാക്ഷിയായിരിക്കുന്ന അവസ്ഥ. ആ സാക്ഷിഭാവത്തിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്ത നമുക്ക് കഴിയില്ല. നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യണം. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം നമ്മുടെ ശരീരത്തിൽ എന്താ നടക്കുന്നത്, മനസ്സിൽ എന്താ സംഭവിക്കുന്നത്. ഇതിപ്പോ ശരീരത്തിൽ ഇപ്പൊ എന്റെ കാല് വേദനിക്കുന്ന, ഇതിപ്പോ വേദനയായി, ഇനിയിപ്പോ ഇന്നൊന്നും നടക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. അതിന് പകരം ഇപ്പൊ കാലിന് വേദനയുണ്ട്, അപ്പൊ ഈ വേദന ഇനി കുറഞ്ഞു വരണം. അപ്പൊ ഞാൻ അത് കുറഞ്ഞു വരുന്നതിനുള്ള ഒരു അവസ്ഥ ഞാൻ സൃഷ്ടിക്കുന്നു. ഈ രീതിയിൽ നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. സാക്ഷിഭാവം കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അവിടെ നമുക്കൊരു ദേഷ്യം വന്നു, എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യം വരുന്നതിന് കാരണമായിട്ടുള്ളത് ഇതെല്ലാമാണ്. ഇന്ന കാരണങ്ങളെ വെച്ചുകൊണ്ട് എന്റെ ഉള്ളിൽ ദേഷ്യം വരണമെങ്കിൽ എന്റെ ഉള്ളിൽ ഇതാണ് അതിന്റെ ഒരു പ്ലാറ്റ്ഫോം. ഞാൻ ആ സാഹചര്യത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന രീതിയിൽ നമുക്കുണ്ടാവുന്ന ഏത് വികാരത്തെയും ശാന്തമായി നിന്നുകൊണ്ട് കാണാനുള്ള ആ ഒരു അവസ്ഥയാണ് സത്യത്തിൽ സാക്ഷിഭാവം നമുക്ക് തരുന്നത്. നമ്മൾ ഈ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നതിന് മുമ്പ് ഉടനെ കയറി പ്രതികരിക്കുന്നതിന് പകരം, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നമ്മൾ അതിന് മറുപടി പറയുന്നതിന് പകരം, പറയുന്നതിനെ കൗണ്ടർ ചെയ്യുന്നതിന് പകരം എന്താണ് പറഞ്ഞത് എന്ന് നിരീക്ഷിക്കുന്ന ഒരവസ്ഥ, പ്രതികരണത്തിന് പകരം നിരീക്ഷിക്കുന്ന ഒരവസ്ഥ. ഇതാണ് സാക്ഷിഭാവത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഈ സാക്ഷിഭാവം എന്ന് പറയുന്നത് ആന്തരികമായ തെളിച്ചത്തിന്റെ ഒരു വളർച്ചയാണ് കാണിക്കുന്നത്. ആന്തരികമായ തെളിച്ചം നിറഞ്ഞു നിൽക്കുന്നതിനെയാണ് കാണിക്കുന്നത് ഈ സാക്ഷിഭാവം എന്ന് പറയുന്നത്. അപ്പോ സ്വയം നിരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ സെൽഫ് ഫിറ്റ്നസ് ചെയ്യുന്ന, സെൽഫ് റെസ്പെക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദരപൂർവ്വം സ്വയം നിരീക്ഷിക്കണം. വിധി എഴുതാതെ നോൺ ജഡ്ജ്മെന്റലായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയണം. ഈ ഒരു അവസ്ഥയിൽ ആണ് സ്വാതന്ത്ര്യം എന്നുള്ളൊരു അവസ്ഥ കൃത്യമായിട്ട് നിൽക്കുക. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടും മനോസുതാര്യതയിലേക്ക് നയിക്കും. കാരണം നമ്മളെ അംഗീകരിക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് പുറത്തുള്ളതിനെയും അംഗീകരിക്കാൻ കഴിയും. സ്വയം സ്വീകരിക്കുന്ന ഒരു അവസ്ഥ, സ്വീകാര്യത എന്നുള്ളൊരവസ്ഥ ഈ അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. അപ്പോ അകത്തെയും റെസ്പെക്ട് ചെയ്യുന്നു, പുറത്തെയും റെസ്പെക്ട് ചെയ്യുന്നു. അകത്തും പുറത്തുമുള്ളതിനെ പുറത്തുള്ളതിനെ സ്വീകരിക്കുന്നു, അകത്തുള്ളതിനെയും സ്വീകരിക്കുന്നു. ഇങ്ങനെ വരുമ്പോഴോ പുറത്തും അകത്തുമുള്ളത് പരസ്പരം യോജിക്കുന്ന, യോഗത്തിലാകുന്ന ഒരവസ്ഥയുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ആത്മവിശ്വാസം എന്നുള്ള സംഭവം കൃത്യമായിട്ട് പ്രകടമാക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള ഒരു മൂല്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു. സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ടൊരു വ്യക്തിത്വം പ്രകടമാക്കാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ അത് പ്രകടമാകും. ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് ഉള്ള വ്യക്തിക്കാണ് പ്രകൃതിയോട് തുറന്ന് ഇടപെടാൻ കഴിയുക. പ്രകൃതിയോട് ഇടപെടാൻ പറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അകത്തും പുറത്തും തമ്മിലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് സുതാര്യമായൊരു പാരസ്പര്യം നിലനിർത്താൻ കഴിയും, അകം ലോകവും പുറം ലോകവും തമ്മിൽ.
അവിടെയാണ് നമുക്ക് സഹജീവിതത്തെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യാൻ കഴിയുക. മറ്റുള്ള ജീവജാലങ്ങളെ, അവരുടെ നിലയെ, നിലനിൽപ്പിനെ, അവരുടെ തോന്നലുകളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ കഴിയുക. നമുക്ക് സ്വാഭാവികമായിട്ടും സഹജീവനം സംഭവിക്കുന്ന സമയത്ത് ജീവിതവുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐക്യം അനുഭവപ്പെടാൻ കഴിയും. അപ്പോ ഒളിമ്പസ് ദർശനം ഇതിനെ സ്വാതന്ത്ര്യത്തെ കണക്കാക്കുന്നത് ഈ സ്വയം ആദരിക്കൽ എന്നുള്ളതാണ് ശരിക്കും ധർമ്മത്തിന്റെ തുടക്കം. എനിക്ക് ഇതുണ്ട്, ഞാൻ ആ ധർമ്മത്തെ ഞാൻ എനിക്ക് ഇന്ന ദൗത്യമുണ്ട്, ആ ദൗത്യത്തെ ഞാൻ പാലിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതാണ് സത്യത്തിൽ ധർമ്മം എന്ന് പറയുന്നതിന്റെ തുടക്കം. ഇപ്പൊ ധർമ്മം എന്ന് വെച്ചാൽ ഞാനൊരു സംഭവത്തെ എടുക്കേണ്ടതുണ്ട്. ഒരു കുഞ്ഞ് അവിടെ കിടക്കുന്നു, അത് കുഞ്ഞ് മൂത്രമൊഴിച്ചു, അവിടെ നിന്ന് എടുത്തു മാറ്റണം. ഈ മാറ്റണം എന്നുള്ളത് ഒരു ദൗത്യമാണല്ലേ. ആ കുഞ്ഞിനെ റെസ്പെക്ട് ചെയ്യുമ്പോ, ആ കുഞ്ഞിനെ റെസ്പെക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ കുഞ്ഞിനെ എടുത്തു മാറ്റേണ്ട ദൗത്യം എന്റേതാണ് എന്ന് സ്വയം റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത്, സ്വയം റെസ്പെക്ട് വെച്ചാൽ ആ കുഞ്ഞിനെ ഞാനാണോ എടുക്കേണ്ടതെന്ന് ചോദിക്കലല്ല, ഞാൻ എന്നുള്ളതിന്റെ ദൗത്യം എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്താണ് എന്നിലെ ആ കുഞ്ഞിനെ എടുത്തു മാറ്റുക എന്നുള്ള ധർമ്മത്തിലേക്ക് എത്തുന്നത്. അപ്പോ സ്വയം ആദരിക്കൽ, സ്വാതരമാണ് ധർമ്മത്തിന്റെ തുടക്കം. അത് ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും സാക്ഷിഭാവം ഉണ്ടാവണം. ആ സാക്ഷിഭാവം ഉണ്ടാവുമ്പോൾ ബോധത്തെ നമ്മളിങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കും. എന്റെ ധർമ്മം എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് തീരുന്നത്, എപ്പോൾ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അങ്ങനെ നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബോധം പരിശീലിതമാവുകയും സെൽഫ് റെസ്പെക്ട് വെളിപ്പെടുകയും ധർമ്മം എന്നുള്ളത് നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ സ്വീകരിക്കല്ല. ആത്മസ്വീകാര്യത എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോ നമ്മുടെ മനസ്സ് തെളിഞ്ഞു വരും. ആ തെളിഞ്ഞ മനസ്സുള്ള ഒരാൾ പരിസരമായിട്ട് ഇടപെടുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകും, ബന്ധങ്ങൾ ശുദ്ധമാകും. അപ്പൊ സ്വാതന്ത്ര്യം എന്നൊരു അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ധർമ്മത്തെ കൃത്യമായിട്ട് പാലിക്കും. സാക്ഷിഭാവം നമുക്കുണ്ടാവും, മനസ്സിന്റെ ഒരു സുതാര്യത ഉണ്ടാവും, മനസ്സ് തെളിഞ്ഞു നിൽക്കും. നല്ല മനസ്സെന്ന് പറയുന്നത് ബന്ധങ്ങളെ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് നിർത്തും. ബന്ധങ്ങളെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയുമായിട്ടുള്ള ഐക്യം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പോ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവനവനെ സ്വീകരിക്കുക, ചുറ്റുപാടിനെ സ്വീകരിക്കുക എന്നുള്ള അവസ്ഥയിൽ സ്വീകാര്യതയിൽ നിന്നാണ് ആദരത്തിലേക്ക് പോകുന്നത്. ആദരത്തിൽ നിന്നാണ് സാക്ഷിഭാവത്തിലേക്ക് പോകുന്നത്. സാക്ഷിഭാവത്തിൽ നിന്നാണ് സുതാര്യതയിലേക്ക് പോകുന്നത്. ആ സുതാര്യതയിലേക്ക് നിന്നാണ് പാരസ്പര്യത്തിലേക്ക് പോകുന്നത്. പാരസ്പര്യത്തിൽ നിന്നാണ് സാമൂഹികമായിട്ടുള്ള ആ ഒരു വിജയത്തിലേക്ക്, ആ ഒരുമിച്ചുള്ള ചലനത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോ ഈ മനോസുതാര്യത വഴി ട്രാൻസ്പെറന്റ് വാല്യൂസ് നമ്മൾ നിലനിർത്തുന്ന സമയത്ത് അത് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തെ ഹാർമണിയസ് ആക്കുമെന്നാണ് ഈ പറഞ്ഞു വന്നത്. അപ്പോ ട്രാൻസ്പെറന്റ് വാല്യൂസിൽ രണ്ടാമത്തേതായിട്ടുള്ള ഈ സ്വാതന്ത്ര്യം എന്നുള്ളൊരവസ്ഥ സ്വയം ധർമ്മത്തെ സ്വയം സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സ്വയം സ്വീകാര്യതയിൽ നിന്നും ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് അത് സ്വയം നിരീക്ഷിച്ച് ആ നിരീക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി മനസ്സിന് തെളിച്ചം കൊണ്ടുവന്ന് ആ സാക്ഷിഭാവത്തിൽ നിന്നും നമ്മൾ അകവും പുറവും ഒന്നു തന്നെയാക്കി കൊണ്ടുവന്ന് അവിടെ പാരസ്പര്യത്തെ നിലനിർത്തിയ പാരസ്പര്യത്തിലൂടെ പ്രകൃതിയുമായിട്ടുള്ള ചേർന്നുള്ള ആ ഒരു ഏകീപ്രവർത്തനം ഉണ്ടായി അവിടെ സാമൂഹിക വിജയം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രവർത്തനധാര. നമ്മിൽ എത്രത്തോളമാണ് സ്വാതന്ത്ര്യമുള്ളത്? നമ്മൾ അതിന്റെ ഈ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? അങ്ങനെ തന്നെയാണോ നമ്മളത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് നിരീക്ഷിക്കുക. ഇതുമായിട്ട് തുടർന്നുള്ള വാല്യൂസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്